ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭർത്താവിനോടുള്ള കാര്യം പറഞ്ഞിട്ട് നയന നേരെ ചെല്ലുന്നത് ചേച്ചിയുടെ മുറിയിലേക്കാണ്. അവിടെ ചെന്ന് ചേച്ചി ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ ചേച്ചി എന്താ ഈ മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചുകൂടിയിരിക്കുന്നത്, എന്തെങ്കിലും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനാ, എനിക്ക് ഒന്നിനും കഴിയുന്നില്ല നയനെന്ന് പറയുകയാണ് നവ്യ. അവനെ നമുക്ക് നേരിടാമെന്ന് നവ്യയോട് നയന പറയുന്നു. ഏതു പെൺകുട്ടികൾക്കും സംഭവിക്കുന്ന ഒരു ചതിയാണിതൊക്കെ. പ്രത്യേകിച്ചും ഇത് ഡിജിറ്റൽ യുഗമാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വഴി ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് വീണ ചെളി കഴുകി കളയാനായിട്ട് പറ്റില്ല എന്ന് നമ്മുടെ നവ്യ പറഞ്ഞപ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരെയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ നയനി. അന്നേരം നമ്മൾ ആർക്കൊപ്പമാണോ ജീവിക്കുന്നത് അവരെയാണ്, അല്ലാതെ സമൂഹത്തെ പേടിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നുള്ള കാര്യങ്ങളും നയന പറയണം. നന്ദു എത്ര ആണുങ്ങളെ തല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് പെൺകുണ്ടെന്ന് പോലും നാട്ടുകാർ അവളെ വിളിച്ചിട്ടുണ്ടല്ലേ, അവൾ അത് വല്ലതും മൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പം ആണുങ്ങൾ മോശമായി പെരുമാറുമ്പോഴാ നന്ദു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളെ ന്യായീകരിക്കുന്നവരാ കൂടുതലും. എന്നാ ഇവിടെ ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ പോലും ചിലരെങ്കിലും നമ്മളെ കാണുമ്പോൾ നെറ്റി ചുളിക്കില്ലേന്ന് ചോദിച്ചു. അവരോടൊക്കെ പോയി പണി നോക്കാൻ പറ ചേച്ചി. ഇവിടെ ചേച്ചി തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ നിർമ്മൽ എന്ന് പറയുന്നവൻ ഇനി ചേച്ചിയോടെന്നല്ല ആരോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ അവനെ നമ്മൾ തകർക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അതിനൊക്കെ പറ്റുമോ? അവൻ അത്യാവശ്യം സ്വാധീനമൊക്കെയുള്ള ആളാണെന്ന് നവ്യ പറഞ്ഞപ്പം എത്ര സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാലും പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം നമുക്ക് പൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അവനും കാണില്ലേ കുടുംബമൊക്കെ. അത് നമുക്ക് ശരിയാക്കാൻ ചേച്ചി ഇങ്ങനെ പേടിക്കാതെ നിൽക്കുക, ധൈര്യമായിട്ട് നിൽക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ചേച്ചി അത് വെച്ച് താമസിപ്പിച്ചത് ഏറ്റവും വലിയ തലവേദനയായത്. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. ഇനിയിപ്പോൾ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, അവൻ്റെ ഒരടവും നമ്മുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല, ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് നയനെ അവിടെ നിന്ന് പോയി. നമ്പി ഇങ്ങനെ കുറച്ച് സമാധാനത്തിൽ അങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ് ഇങ്ങനെ ഓഫീസിലിരിക്കുന്നു, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴേക്കും എന്തേ അങ്ങോട്ടേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നു. സാർ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്താന്ന് ചോദിച്ചു. അല്ല, പുതിയ ഡിസൈൻ. അപ്പൊ എന്ത് ഡിസൈൻ? അത് കണ്ടിട്ട് ചുരുട്ടി കൂട്ടി മുഖത്തേക്ക് എറിയേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ദേഷ്യപ്പെടുക. അതുപോലെ ആയിരിക്കും വരച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടു. എടോ, ഞാൻ വിളിച്ചില്ലല്ലോ ഡിസൈനുമായിട്ട് വരാനായിട്ട്. അപ്പൊ സാർ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നതെന്ന് ചോദിച്ചു പവിത്ര. എന്താടോ, എനിക്ക് ചൂടാകാനും പാടില്ലേ, അതിന് മറ്റുള്ളവരുടെ അനുവാദം ചോദിക്കണോ? അപ്പൊ സാറെന്തോ ടെൻഷനിലാണെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞപ്പം ആണെങ്കിൽ അത് എനിക്ക് പരിഹരിക്കാൻ പറ്റുമോ? അപ്പൊ മേഡമായിട്ട് വഴക്കിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം മേഡമായിട്ട് മാത്രമല്ല പലരുമായിട്ടും വഴക്കിട്ടിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പൊ അതെ താനുമായിട്ടും വഴക്കിട്ടു. എന്താ ഇപ്പൊ ഡെയിലി ഒരാളുമായിട്ട് വഴക്കിട്ടില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരത്തില്ല. ഞാനേ അതൊരു ഹോബി ആക്കിയിരിക്കാം. തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ സോറി സാർ, ഞാൻ സാറിന്റെ മനസ്സ് ശരിയായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങ് പോയി. ആദർശ നേരം ഭയങ്കര ദേഷ്യത്തിലിരിക്കാം. എന്നിട്ട് ഫോൺ എടുത്ത് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു. ആദർശ് ഹലോ പറ എന്നൊക്കെ പറയുമ്പോൾ, സാർ ഞാൻ വിളിച്ചതേ എൻ്റെ അനിയന്റെ ഭാര്യയെ ഒരുത്തൻ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അനാവശ്യമായി ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ആ ആളിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തപ്പിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു. അവന്റെ പേര് നിർമ്മൽ എന്നാ, ഫോൺ നമ്പറും ഞാൻ സാറിന് തരാമെന്ന് പറഞ്ഞു. പിന്നെ സാർ എന്തായാലും ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആദർശ് ഒരു കംപ്ലൈന്റ് എഴുതി തരണം, അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ശരി സാർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ആളിന്റെ നമ്പർ തന്നാൽ അയാളുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കേസാക്കിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം കേസൊന്നും ആക്കണ്ട സാർ അവന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് എടുത്തു തരാം എന്ന് പറഞ്ഞു. താങ്ക് യു പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് അവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയണം. നവ്യ ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് അവിടെ ഇരുന്ന് ചിന്തിക്കുക. എന്നിട്ട് കേസോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന്. പിന്നെ കാണിക്കുന്നത് നവ്യ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നവ്യയുടെ ഫോണിലേക്ക് നിർമ്മൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണേ. നവ്യ അന്നേരം കട്ട് ചെയ്ത് വിട്ടു. അപ്പൊ നയന പറഞ്ഞതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത ഞാനെന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്ന് നവ്യ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. വീണ്ടും അവൻ വിളിച്ചു. അപ്പോൾ എന്നിട്ട് നമ്മുടെ നവ്യ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണോ താൻ ഫോൺ കട്ട് ചെയ്ത് വിട്ടേന്ന് ചോദിച്ചപ്പം നിന്നെ എനിക്ക് കൊല്ലാനുള്ള കലിയാണ്, നിന്റെ ഫോൺ ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. നീ എന്തിനാ എൻ്റെ ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ നിന്റെ തല വരെ കട്ട് ചെയ്തേക്കുമോ എന്ന് പറഞ്ഞു നമ്മുടെ നവ്യ. അപ്പോൾ വീണ്ടും അഹങ്കാരം കൂടിയോ നിനക്ക്, ഇത്രയ്ക്ക് ധൈര്യം? അപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എനിക്ക് ഭയങ്കര ആവശ്യം ഉണ്ടാന്ന് ചോദിച്ചു നവ്യ. ഇതുവരെ നമ്മൾ തമ്മിലുള്ള ഫോട്ടോസ് നിന്റെ കൈകളിലേ എത്തിയിട്ടുള്ളൂ, എന്നാൽ അതിനി ലോകം മുഴുവൻ അറിയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നിർമ്മല് പേടിപ്പിക്കുവാണേ. സോഷ്യൽ മീഡിയ വഴി അതൊക്കെ പ്രചരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യക്ക് ടെൻഷനായി തുടങ്ങി. പിന്നെ നിനക്ക് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും നവ്യ ഒന്നും മിണ്ടുന്നില്ല. നിന്റെ വീടിനകത്തും നിനക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല, എന്താ അത് ചെയ്യണോ?
നീ ഇപ്പൊ തന്നെ വലിയൊരു കള്ളം ചെയ്തിട്ട് നടക്കുന്നവളാ, അതുകൊണ്ട് തന്നെ നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും. ഇതും കൂടി ആകുമ്പോ നിന്റെ ഇപ്പത്തെ ഈ ചാട്ടം ഉണ്ടല്ലോ അത് തനിയേ നിന്നോളും എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ മൂർത്തി സാറൊക്കെ സംസ്കാര സമ്പന്നരായ ആൾക്കാരാ, അവർക്കിതൊന്നും ഉൾക്കൊള്ളാനായിട്ടും പറ്റില്ല. അപ്പൊ നീ എന്തെല്ലാം പറഞ്ഞാലും ശരി, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് നവ്യ പറഞ്ഞു. നീ സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം പുറത്തു വിട്. എനിക്ക് മാത്രമല്ലല്ലോ, നിനക്കും പറ്റുമല്ലോ പരിക്ക്. അതും നടക്കട്ടെ. പിന്നെ എന്റെ ജീവിതം തൊലഞ്ഞാലും ശരി, നിന്നെ പോലെയുള്ളവന്മാരുടെ ബ്ലാക്ക് മെയിലിംഗ് നടക്കരുതെന്നുള്ള കാര്യം നവ്യ പറയാം. അതിന്റെയൊക്കെ കാലവേ കഴിഞ്ഞു. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇന്ന് പെൺകുട്ടികൾ ഇത്തരം ഭീഷണിക്ക് വഴങ്ങി വീടിനകത്ത് ഒളിച്ചു ഇരിക്കുന്നവരൊന്നും അല്ല എന്ന് നീ വിചാരിക്കുകയും വേണ്ട. അതൊക്കെ അറിയാതെ പോയതാ നിനക്കൊക്കെ പറ്റി തെറ്റ്. ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അതിനുള്ള മറുമരുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ നവ്യ പറയൂ കേട്ടോ. നീ എന്താടാ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോ, നീ തന്റെ ഇടം കാണിക്കുന്നത് ഞാൻ ഭയന്ന് പിന്മാറുമെന്ന് കരുതിയല്ലേ എന്ന് ചോദിച്ചപ്പോ നവ്യ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ പിന്മാറുന്നവനല്ല ഈ ഞാൻ എന്ന് പറഞ്ഞപ്പം, നീ ഇനി പിന്മാറരുത്. പിന്മാറിയാലും നിന്റെ പിന്നാലെ ഞാൻ കാണുമെന്ന് നവ്യ, അത് നീ മനസ്സിൽ കുറിച്ചിട്ടോളാൻ പറഞ്ഞു. നിർമ്മലിനാകെ ടെൻഷനായി. ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇവൾക്ക് എന്ത് ഇത്ര ധൈര്യം വരാൻ കാരണമെന്ന് നിർമ്മല ചിന്തിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ആദർശിനെ കേട്ടോ. ആദർശ് ഇങ്ങനെ ഓഫീസ് റൂമിൽ ഇരിക്കുന്നു. പെട്ടെന്ന് ശ്വാസം മുട്ടുണ്ടായി. അപ്പോഴേക്കും വല്ലാത്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ സമയം ഒരു നിമിഷത്തേക്ക് നമ്മുടെ നയന അന്ന് ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിക്കുക. കാരണം ശ്വാസം മുട്ട് വരുന്ന സമയത്ത് ഇൻഹീലർ വീട്ടിൽ മാത്രം പോരാ, ഓഫീസ് റൂമിൽ ഒരെണ്ണം വേണം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഒരെണ്ണം കാർഡിന്റെ ഡാഷ്ബോർഡിലും വെച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നയന പറഞ്ഞതെല്ലാം ആദർശ് ഓർക്കുക. എന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് ഭയങ്കര ശ്രദ്ധയുണ്ടല്ലോ എന്ന് ആദർശ് അന്ന് ചോദിച്ചു. അപ്പൊ എന്താ ശ്രദ്ധിക്കണ്ടേന്ന് നയന ചോദിച്ചു. ഇൻഹീലർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് നേരിട്ട് അറിഞ്ഞവളാ ഞാൻ, അതുകൊണ്ടാ ഇതൊക്കെ വാങ്ങി എല്ലായിടത്തും വെച്ചത് എന്നൊക്കെ നയന പറഞ്ഞത് ഇപ്പൊ റൂമിലിരുന്ന് ആലോചിക്കുക. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വെറുപ്പുണ്ടെങ്കിലും അവൾ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്കും അനന്തപുരി തറവാടിനും വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് ആദർശ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവൾ ഒരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റൂ. അവളുടെ ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഉറപ്പായും അവരെ സഹായിക്കണമെന്ന് ആദർശ് മനസ്സുകൊണ്ട് ചിന്തിക്കാം. നിർമ്മലിന്റെ ഭാഗത്തു നിന്നുള്ള ബ്ലാക്ക് മെയിലിംഗ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും വേണമെന്നും ആദർശ് ചിന്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ആദർശ് രണ്ടും കൽപ്പിക്കുക. അങ്ങനെ നയന ആരാണെന്നുള്ള അല്ലെങ്കിൽ നയനയുടെ ക്വാളിറ്റി എന്താണെന്ന് ഈ പറയുന്ന ആദർശ് തിരിച്ചറിഞ്ഞു. ആ ഒരു നിമിഷം അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നയനയോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളൊരു തന്നെ ഓക്കെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയും അനിയാണ്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലൊരു ഭാരം ഇങ്ങനെ കയറിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ പറയാ കേട്ടോ. നന്ദു, നമ്മൾ രണ്ടാളും ഒരേ വേവലെങ്ത് ഉള്ളവരാണെന്നും അതുകൊണ്ട് നിന്റെ മനസ്സിലൊരു ചലനം ഉണ്ടാകുമ്പോൾ അതെനിക്ക് തിരിച്ചറിയാനാകും എന്നുള്ള കാര്യങ്ങൾ അനി നന്ദുവിനോട് പറയണം. ഇപ്പൊ നീ വേദനിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നന്നായി മനസ്സിലാക്കിയവനാണ് ഞാനെന്നും എൻ്റെ വേദന എന്താണെന്ന് നീയും മനസ്സിലാക്കിയവളാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത്രയും നാളും നിനക്ക് ഭയങ്കര ധൈര്യമൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ നീ ആ ധൈര്യം ഒന്നും കാണിക്കാത്തേന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ അനിയും ആ ധൈര്യം കാണിക്കുന്നില്ലല്ലോ, മനസ്സിലൊരു ഭാരം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അതിന്റെ കാരണം എന്താണെന്നൊന്ന് പറയാൻ ഉള്ള മനസ്സ് കാണിക്കുന്നില്ലല്ലോ, ആ കാരണം ഒന്ന് പറഞ്ഞൂടെന്ന് ചോദിച്ചു. അത് പിന്നെ എന്നിങ്ങനെ ഇരിക്കുമ്പോ, പറ, എന്നെ ഇഷ്ടമാണെന്ന് പറ, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറ എന്ന് നന്ദു മനസ്സുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് ചിന്തിക്കാം. അനി ഇങ്ങനെ നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ, എന്താ ഒന്നും പറയാത്തേന്ന് നന്ദു ചോദിച്ചു. അത് പിന്നെ എനിക്ക് അനാമികയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ അനി പറഞ്ഞു. അപ്പൊ നന്ദുവിന് സന്തോഷമായി. എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ വല്ലാത്ത രീതിയിലിരിക്കുക. അപ്പൊ ആ പെൺകുട്ടി ഞാനല്ലേ എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ആരാണ് ആ പെൺകുട്ടി എന്ന് ഞാൻ ചോദിച്ചപ്പം, ഇത്രയും നാളും എനിക്കൊപ്പം നടന്നിട്ടും നിനക്കത് അറിയില്ലേ എന്ന് അനി ചോദിച്ചു. അപ്പൊ നീ എന്താ ഇതുവരെ അത് മനസ്സിലാക്കിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ മനസ്സിലാകാത്തത് കൊണ്ടല്ലേ ആരാണെന്ന് ചോദിച്ചതെന്ന് നന്ദു തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ നീ വെറുതെ എൻ്റെ സമനില തെറ്റിക്കരുതെന്ന് അനി അന്നേരം പറഞ്ഞു. എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് എന്നെപ്പോലെ തന്നെ നിനക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിന്റെ മനസ്സിലൊരു ചെറുപ്പക്കാരൻ കടന്നു കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതാരാണെന്നും എനിക്കറിയാം. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ നിന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ചെറുപ്പക്കാരൻ ഞാൻ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നുള്ള കാര്യം അനി നന്ദുവിനോട് പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന പെണ്ണ് ഏതു നേരവും ആൺവേഷത്തിൽ നടക്കുന്ന ഒരുത്തിയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അനി പറയാം. അവളുടെ പേര് നന്ദു എന്നൊക്കെ പറഞ്ഞപ്പം നന്ദു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ നന്ദു ഹാപ്പിയായി. അനി ഈ കാര്യങ്ങളെല്ലാം പറയണം. അപ്പൊ നീ എന്തൊന്നും മിണ്ടാത്തതെന്ന് അനി ചോദിച്ചപ്പം, അതൊന്നും വേണ്ട അനി, അനന്തപുരിയിലെ 2 മരുമക്കളാണ് എൻ്റെ ചേച്ചിമാര്, ഇനി 3-മതൊരാള്
ആയിട്ട് ഞാനും കൂടെ അങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞപ്പം നന്ദു താൻ ഉടനെ വരുമൊന്നും വേണ്ട, അനീമികയുമായിട്ടുള്ള കല്യാണം മുടക്കാനുള്ള വഴി നീ പറഞ്ഞു തന്നാൽ മതി, അതുപോലെ ഞാൻ ചെയ്തോളാം. പിന്നെ ആ കല്യാണം നീണ്ടുപോയാൽ സാവകാശം നിന്റെ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷെ ആരും അത് സമ്മതിക്കില്ല അനി എന്ന് നന്ദു പറഞ്ഞു. നയനേച്ചി എൻ്റെ അമ്മയും ഒന്നും അതിന് കൂട്ട് നിൽക്കത്തില്ലെന്നും പറഞ്ഞു. കൂട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിക്കുന്നത് വരെ കല്യാണം കഴിക്കാതെ മുന്നോട്ട് പോകുമെന്നും അനി നന്ദുവിനോട് പറയണം. നിനക്കെന്താ കാത്തിരിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ ചമ്മലോടുകൂടി ഇങ്ങനെ തല കുനിച്ചിരിക്കാം. അതൊക്കെ പോട്ടെ, ഞാൻ ഇത്രയും സംസാരിച്ചു, നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് നീ എന്നോട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ, അതെന്തുകൊണ്ടാ പറയാത്തത്? അപ്പോഴേക്കും നമ്മുടെ അനിയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നന്ദു ഇങ്ങനെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു ഇഷ്ടമൊക്കെ പരസ്പരം തുറന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം. എന്തായാലും അവരുടെ ജീവിതത്തിലെ അവരുടെ ഇഷ്ടം അവർ തുറന്നു പറഞ്ഞു, അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകുന്നു. പിന്നെ നന്ദുവിൻ്റെ കയ്യിൽ അനി ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ നന്ദു കണ്ണ് തുറക്കുന്ന നന്ദു അത് സ്വപ്നമായിരുന്നെന്ന് അറിഞ്ഞതോടുകൂടി ആകെ ഞെട്ടി വിറച്ചിങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ജലജ കേട്ടോ. ജലജ ഇങ്ങനെ അതെല്ലാം വരുമ്പോൾ നമ്മുടെ നവ്യ അവിടെ ഇരിക്കുന്നു, ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവള് അവിടെ ഇരുന്ന റാസ്കൽ എന്നിങ്ങനെ പറഞ്ഞു. കാരണം ഈ നിർമ്മലിനെ കുറിച്ച് ആലോചിച്ചാണ് നവ്യ പറഞ്ഞത്. പക്ഷെ കേട്ടത് നമ്മുടെ ജലജയും. അവൾ ആരെയാ റാസ്കൽ എന്ന് വിളിച്ചത്? ഇനി എന്നെ എങ്ങാനും ആണോ അവള് വിളിച്ചത്? അപ്പൊ താഴാനാണെങ്കിൽ നിന്നെക്കാളൊക്കെ താഴേക്ക് പോകും. എനിക്കറിയാം നിന്നെയൊക്കെ എങ്ങനെ തളയ്ക്കണമെന്ന്. എന്നെ ആർക്കും മനസ്സിലായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നവ്യ ഇരുന്ന് പറയുമ്പം മനസ്സിലായടി, നന്നായിട്ട് മനസ്സിലായെന്നും പറഞ്ഞോണ്ട് വരുന്നു ജലജ. നീ ആരെയാടി റാസ്കൽ എന്ന് വിളിച്ചതോ? അതിനിടയ്ക്ക് ഈ ശല്യം കയറി വന്നായിരുന്നോ? നീ എന്താടി ആലോചിച്ച് കൂട്ടുന്നത്? ഞാൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ടല്ലേടി നീ അങ്ങനെ പറഞ്ഞത്? നീ അങ്ങനെയാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായടി. ഒരു പെൺകുട്ടികളും ചെയ്യാത്ത കാര്യങ്ങളാ നീ ഇതുവരെ ചെയ്തിട്ടുള്ളതും നിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതും. പിന്നെ ഇവിടെ നിന്നെ നിലനിർത്തുമ്പോൾ ഞങ്ങളെയൊക്കെ റാസ്കലാണെന്ന് നിനക്ക് തോന്നുമല്ലേടി? മണ്ടന്മാരും മണ്ടിമാരുമാണെന്ന് നിനക്കൊക്കെ തോന്നും. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്ന് പറഞ്ഞു. നിന്റെ ജീവനാണെന്ന് പറഞ്ഞു. നിന്നെ കൊണ്ടൊക്കെ ഒരു വകയ്ക്കും കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. എന്തായാലും നിങ്ങൾ എൻ്റെ ജീവൻ എടുക്കുമെന്ന് എനിക്ക് അറിയാം. അപ്പൊ നീ ഈ ജന്മത്തിൽ എൻ്റെ കാലനാണല്ലോ. എപ്പോഴാ നീ എന്നെ കാലിയാക്കുന്നതെന്ന് ഭയന്നാ ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് വഴക്കിടാനൊന്നും വയ്യ. വെറുതെ ഇങ്ങോട്ട് തട്ടിക്കയറാൻ വന്നാൽ ഞാൻ അടങ്ങിയിരിക്കാനും പോകുന്നില്ല. എനിക്കും നാവുണ്ട്, എനിക്കും ഭാഷ അറിയാം. അതുകൊണ്ട് വെറുതെ ഉടക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു നവ്യ. നീ കാരണമേ ഞാൻ സമനില തെറ്റി നടക്കുവാണെന്ന് പറഞ്ഞു. അതിനേക്കാളും സമനില തെറ്റി നടക്കാൻ ഞാൻ. അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിന്നെ പോലെ തലയ്ക്ക് വെളിവില്ലാതെ നടക്കുമല്ലടി. എൻ്റെ മോൻ എവിടെയാടി എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ എൻ്റെ സാരത്തുമ്പിൽ കെട്ടിയിട്ട് നടക്കുകയല്ല. നിനക്ക് മാന്യമായിട്ട് മറുപടി പറഞ്ഞുകൂടെ എന്ന് ജലജ. നിന്റെ അമ്മയെ പോലെ സംസാരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നത് അമ്മയാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു നീ അതിൻ്റെ അപ്പുറം പറയുമോടി എന്നും ചോദിച്ചോണ്ടായി ജലജ. നിങ്ങളെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം കഥകളൊന്നും എൻ്റെ അമ്മയ്ക്ക് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. നീ എന്താടി കേട്ടത്? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ കേട്ടത്? നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും നിങ്ങൾ ആരാണെന്നൊക്കെ എനിക്കറിയാം എന്ന് നവ്യ നേരം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോ ഇങ്ങനെ നോക്കണ്ട, പറയാനാണെങ്കിലേ എനിക്ക് കൂടുതൽ പറയേണ്ടി വരും. അപ്പൊ നീ എന്താടി പറയുന്നത്? പറയടി എന്ന് പറഞ്ഞു ജലജ. എനിക്ക് അമ്മയെന്ന് വിളിക്കാനേ ഒരാളെങ്കിലും ഉണ്ട്, ചൂണ്ടിക്കാണിക്കാനേ ഒരാളുണ്ട്. നിങ്ങൾക്കത് ഉണ്ടോ എന്ന് സംശയമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യയെ തല്ലാനായിട്ട് ജലജ കൈ ഓങ്ങുന്നു. അപ്പോഴേക്കും അഭി വന്ന് കൈക്ക് കയറി പിടിച്ചു. അപ്പൊ നീ എന്തിനാണ് എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചത്? ഇവള് പറഞ്ഞു നീ കേട്ടോ എന്ന് ചോദിച്ചു. അമ്മ എന്തിനാ ഏതു നേരവും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, ഇവളെ തല്ലാൻ നോക്കുന്നതെന്ന് അഭി. അതുപോലുള്ള കാര്യങ്ങളാണ് ഇവള് പറഞ്ഞത്. ഇവളെ കൊല്ലണം എനിക്കെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ കൊല്ലാൻ നോക്കുന്നു ജലജ. അപ്പോഴേക്കും അഭി തടയുന്നു. അപ്പൊ അമ്മയെ നോവിക്കുന്നവൾ നീ സപ്പോർട്ട് ചെയ്യാണല്ലേ? ആവശ്യമില്ലാണ്ട് എന്നെ തന്നെ നിങ്ങൾ വിവരം അറിയുന്നു പറഞ്ഞ് നവ്യ. ഇവിടെ പലരും പലതും പറഞ്ഞു കാണും, നീ പല കഥകളും കേട്ട് കാണും. അത് വെച്ചിട്ട് നീ എന്നെ കൊച്ചാക്കുമല്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ ഒന്നിനും വന്നിട്ടില്ല, എൻ്റെ അടുത്തേക്ക് വഴക്കിന് വന്നത് നിങ്ങളാണെന്ന് നവ്യ. എൻ്റെ മനസ്സ് മുറിയുന്ന രീതിയിൽ സംസാരിച്ചാൽ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വായി മൂടി നിൽക്കില്ല എന്ന് നവ്യ. എടാ ഇവൾ എന്നെ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു നവ്യ. കേട്ടത് മുഴുവൻ പറയുകയാണെങ്കിൽ പിന്നെ അമ്മ തല പൊക്കില്ല എന്ന് പറഞ്ഞു നവ്യ. ഇവളെപ്പോലെ ഒരുത്തിയെ കഴുത്ത് ധരിച്ച് കൊല്ലാനേ നിനക്ക് കഴിവില്ലാതെ പോയി. നിന്റെ കൈക്ക് കരുത്തുണ്ടായിരുന്നെങ്കിലേ ഇവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു അഭി. എന്നിട്ട് വീണ്ടും നവ്യയുടെ കഴുത്തിന് പിടിക്കുന്നു ജലജ. അപ്പോഴേക്കും അഭി പിടിച്ച് വലിച്ച് അമ്മയെ കൊണ്ടുപോവുക. അപ്പൊ നിനക്കുള്ള ശിക്ഷ ഞാൻ കരുതി വെച്ചിട്ടുണ്ടടി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് അഭി അമ്മയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. നവ്യ ഇപ്പോഴെങ്കിലും സ്വന്തം അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നൊന്ന് സംസാരിച്ചു. അങ്ങനെ തൻ്റെ അമ്മയെ തൊട്ട് കളിച്ച ജലജയെ അനന്തപുരിയിലിട്ട് വലിച്ച് കീറി നാട്ടിച്ച് കളഞ്ഞു നമ്മുടെ നവ്യ. നവ്യയുടെ മനസ്സ് മാറുന്നു. നവ്യ നല്ലൊരാളായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഈ കാണുന്നതൊക്കെ.
അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനുമായിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.